പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് 2024-2025 സീസണിലെ മാച്ച് നമ്പർ 33 പറപ്പൂർ FC നേരിടുന്നു സെയിൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരിയെ. സെയിൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരിയുടെ ടച്ചോടുകൂടി ഇന്നത്തെ ഈ മത്സരം ആരംഭിക്കുകയാണ്. എടുക്കേണ്ടതാണ് 4 താരങ്ങളാണ് ഇതിനോടകം തന്നെ ഇന്ത്യൻ ടീമിൽ എത്തിയത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ നിങ്ങൾക്കും ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളൊക്കെ കൃത്യമായി നമ്മുടെ യുവതാരങ്ങളൊക്കെ ഉപയോഗിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ആൻഡ് നല്ലൊരു ബോളാണ് അവിടെ പറപ്പൂർ ഫുട്ബോൾ ക്ലബിനെ തേടി വന്നത്. ആൻഡ് അശ്വിൻ, ഗോൾ നമ്പർ 1 പറപ്പൂർ ഫുട്ബോൾ ക്ലബ്. അശ്വിൻ PS-ലൂടെ കാസർഗോഡ് നിന്നും മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിൽ വന്ന് ഒരു ഗോൾ കണ്ടെത്തുകയാണ് അശ്വിൻ PS. വീണ് കിട്ടിയ അവസരമാണ് അവിടെ. നോക്കുക, രൂപത്തിൻ്റെ അസിസ്റ്റാണ്. നല്ലൊരു ഒന്നാം തരം ഓവർഹെഡ് ബോളാണ് അവിടെ അശ്വിനെ തേടി എത്തിയത്. തക്കം പാർത്തിരിക്കുമായിരുന്നു അശ്വിൻ PS. അത് കൃത്യമായി തന്നെ ഗോൾ കീപ്പറുടെ വലത് ഭാഗത്തേക്ക് എത്തിച്ചുകൊണ്ട് എന്തായിരുന്നാലും 26-ാമത്തെ മിനിറ്റിൽ പറപ്പൂർ ഫുട്ബോൾ ക്ലബിന് വല ചലിപ്പിക്കാൻ കഴിയുന്നു ഈ ഒരു അവസരത്തിൽ. എൻ്റെ അർജുനിലേക്കാണ്. അർജുൻ ഇത്തവണ പന്ത് പിടിച്ചെടുത്തുകൊണ്ട് മുന്നേറാനുള്ള ശ്രമം അവിടെ നടത്തുന്നുണ്ട്. അശ്വിൻ ഇത്തവണ രൂപത്തിലേക്ക്. രൂപം വാതി ഇടപെടുകയാണ് അവിടെ. ഇപ്പോഴും അപകടം മാറുന്നില്ല. ഒരു ഫൗൾ കൂടെ കൺസീഡ് ചെയ്യുന്നു. അതിന് ശിക്ഷ ലഭിക്കുന്നു അവിടെ. വാദിക്ക് ഒരു ഫ്രീ കിക്ക് കൂടി ലഭിക്കുകയാണ് അവിടെ. പെനാൾട്ടി ഏരിയയ്ക്ക് പുറത്ത് നിന്നുകൊണ്ട് പറപ്പൂർ ഫുട്ബോൾ ക്ലബിന്. നോക്കുക, വാദി രണ്ടാമത് ആ ബോൾ റിക്കവർ ചെയ്ത് എടുക്കാനുള്ള ശ്രമത്തിനിടയ്ക്കാണ് രൂപത്തെ ഫൗൾ ചെയ്യുന്നതും. നല്ലൊരു ഗോൾ കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു സിറ്റുവേഷനിൽ. ആൻഡ് പീയൂഷ് ആൻഡ് രൂപം റോയ്. മത്സരത്തിൻ്റെ 36-ാമത്തെ മിനിറ്റിൽ ജേഴ്സി നമ്പർ 7 പറപ്പൂർ ഫുട്ബോൾ ക്ലബിൻ്റെ രൂപം റോയ് നേടുന്നു 2ാമത്തെ ഗോൾ. ഇവിടെ ടാക്റ്റിക്കലായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തതും. കൃത്യമായി തന്നെ ഗോൾ കീപ്പറുടെ ഇടത് ഭാഗത്തേക്ക് നിറയൊഴിച്ചുകൊണ്ട് 2ാമത്തെ ഗോൾ നേടുകയാണ് അവിടെ പറപ്പൂർ ഫുട്ബോൾ ക്ലബ്. ഇതോടൊപ്പം തന്നെ ആദ്യ പകുതിയുടെ വിസിലും കൂടെ വന്നിരിക്കുകയാണ് ദേവഗിരി മത്സരത്തിൽ. ആൻഡ് പറപ്പൂർ FCയുടെ ടച്ചോടുകൂടി 2ാം പകുതി ആരംഭിക്കുകയാണ്. അവിടുന്ന് നേരെ അഭിനവ് ആൻഡ് രൂപം നല്ലൊരു അവസരമാണ്. രൂപം 1 vs 1 സിറ്റുവേഷൻ. ആൻഡ് രൂപം മത്സരത്തിൻ്റെ 3ാമത്തെ ഗോളാണ് രൂപം നേടിയെടുക്കുന്നതും ഈ ഒരു അവസരത്തിൽ. രൂപമിനെ സംബന്ധിച്ച് ഈ മത്സരത്തിലും ഇരട്ട ഗോൾ നേടാൻ സാധിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിലും ഇരട്ട ഗോൾ നേടിയ താരമാണ്. വീണ് കിട്ടിയ അവസരമാണ് രൂപത്തിന്. നോക്കുക, പെനാൾട്ടി ഏരിയയിൽ ഗോൾ കീപ്പറുടെ ഇടത് ഭാഗത്തേക്ക് ഈസിയായി ഫിനിഷ് ചെയ്തുകൊണ്ട് പറപ്പൂർ ഫുട്ബോൾ ക്ലബിന് വേണ്ടി 3ാമത്തെ ഗോൾ സമ്മാനിക്കുകയാണ് അവിടെ രൂപം. ഇത്തവണ എല്ലാ ബോളുകളും റിക്കവർ ചെയ്തെടുക്കാൻ ഇരു ടീമുകൾക്കും സാധിക്കുന്നു എന്ന് വേണം തന്നെ പറയാനായിട്ട്. ആൻഡ് അഭിനവ് വരുന്നു. അഭിനവിൻ്റെ ക്രോസ് കൊടുക്കാനുള്ള ശ്രമം. അഭിനവ് ഒരു കട്ട് പാസ്. ആൻഡ് പീയൂഷ്, ഗോൾ നമ്പർ 4 പീയൂഷ് പറപ്പൂർ ഫുട്ബോൾ ക്ലബ്. ഒടുവിൽ പീയൂഷും ഒരു ഗോൾ കണ്ടെത്തിയിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. നല്ല എക്സിക്യൂഷനായിരുന്നു അവിടെ പറപ്പൂർ ഫുട്ബോൾ ക്ലബിൻ്റെ. നല്ല ട്രിബിളിങ്ങും നമുക്കവിടെ കാണാൻ സാധിച്ചു. അഭിനവിൻ്റെ ഭാഗത്ത് നല്ലൊരു കട്ട് പാസ് കൊടുക്കുന്നു. അവിടെ നിന്ന് അശ്വിൻ PS. ഫൈനലി പീയൂഷിൻ്റെ ഒരു തകർപ്പൻ ഗോൾ. 4 ഗോളായിരിക്കുന്നു പറപ്പൂർ ഫുട്ബോൾ ക്ലബിൻ്റെ അക്കൗണ്ടിൽ. മത്സരം 94-ാമത്തെ മിനിറ്റിലേക്കാണ് കടക്കുന്നത്. ഇപ്പോഴും ആശ്വാസ ഗോളിനായി ഇപ്പോഴും സെയിൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരി പൊരുതുകയാണ്. ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. മറുപടിയില്ലാത്ത 4 ഗോളിന് പറപ്പൂർ ഫുട്ബോൾ ക്ലബ് ഈ മത്സരം വിജയിച്ചിരിക്കുന്നു സെയിൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരിക്കെതിരെ. ഫുൾ ടൈം സ്കോർ പറപ്പൂർ ഫുട്ബോൾ ക്ലബ് 4 സെയിൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരി 0.